15 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ കൺസിഡർ ചെയ്യുന്നവരുടെ ഏറ്റവും നല്ല രണ്ട് ചോയ്സുകളാണ് ഹ്യുണ്ടായി ക്രേറ്റയും അതുപോലെ തന്നെ കിയ സെൽറ്റോസും. ഈ ഒരു മിഡ് സൈസ് SUV സെഗ്മെൻറ്റുകളിലെ സെയിൽസിൽ ടോപ്പ് നിൽക്കുന്ന രണ്ട് വാഹനങ്ങളാണ് ഹ്യുണ്ടായി ക്രേറ്റയും കിയ സെൽറ്റോസും. കിയ നമ്മുടെ നാട്ടിൽ പുതിയതായിട്ട് വന്നൊരു ബ്രാൻഡാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സെയിൽസ് പിക്ക് ചെയ്തു. എന്നാൽ ഹ്യുണ്ടായി ക്രേറ്റയെ പറ്റി പറയുകയാണെങ്കിൽ ഹ്യുണ്ടായിയുടെ നമ്മുടെ ഇന്ത്യയിൽ ഒരു 20 വർഷത്തെ പാരമ്പര്യം ഉള്ളൊരു വാഹനം കൂടിയാണ് ഹ്യുണ്ടായി ക്രേറ്റ. ഹ്യുണ്ടായി ക്രേറ്റയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു സെക്കൻഡ് ജനറേഷൻ മോഡൽ ഇറങ്ങിയപ്പോൾ ഒരു പോളറൈസിങ് ഒപ്പീനിയൻ ആയിരുന്നു. അതായത് ഈ ഒരു ഡിസൈൻ നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാട് കിട്ടും. എന്നാൽ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം സെൽറ്റോസിൻ്റെ സെയിൽസിനെ ബ്രേക്ക് ചെയ്ത് മുന്നിലേക്ക് എത്തുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായിരിക്കും ഇന്ത്യക്കാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ഹ്യുണ്ടായി ക്രേറ്റ എന്ന വാഹനത്തെ സ്നേഹിക്കാൻ കാരണം? എന്താണ് ക്രേറ്റയിൽ സ്പെഷ്യൽ ആയിട്ടുള്ളത്? ഇന്ന് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹ്യുണ്ടായി ക്രേറ്റയുടെ പ്രത്യേകതകളാണ്. അതായത് എന്തൊക്കെയാണ് അതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും. അതുതന്നെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ചർച്ച ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഡ്രൈഫൈ എന്ന് പറയുന്നത് പുതിയൊരു ചാനലാണ്. അപ്പം പുതിയതായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ ബെല്ലൈക്കണും അമർത്തുക. ഞാൻ താരിഖ് ഹുസൈൻ. ഡ്രൈഫൈയുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹ്യുണ്ടായി ക്രെറ്റയുടെ ഡിസൈനിലേക്ക് വരുമ്പോൾ ഹ്യുണ്ടായിയുടെ ഫ്ലാഗ്ഷിപ്പ് SUV പാലിസേഡിൽ നിന്നും കടം കൊണ്ടൊരു ഡിസൈനാണിത്. സാധാരണ കൺവെൻഷണൽ ഡിസൈനിൽ ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കണ്ട് പരിചയമാകാൻ കുറച്ച് താമസം എടുത്തു. എന്നാൽ കണ്ട് വന്നതിന് ശേഷം ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ കൂടിയാണ് ഈ ഒരു ഹ്യുണ്ടായി ക്രെറ്റയുടേത്. അതായത് മെയിനായിട്ടൊരു മാറ്റം കൊണ്ടുവന്നത് ഈ ഒരു പുതിയതായിട്ടുള്ള രീതിയിൽ, അതായത് ഈ മെയിൻ ഹെഡ് ലാമ്പ് യൂണിറ്റ് ബമ്പറിലേക്ക് താത്തി മെയിനായിട്ടുള്ളൊരു ഹെഡ് ലാമ്പ് വരുന്ന പോർഷനിൽ ഒരു DRL ഒക്കെ കൊണ്ടുവന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഹ്യുണ്ടായി ക്രേറ്റ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ അട്രാക്ഷനായിട്ട് പാലിസൈഡിലൊക്കെ കണ്ട പോലെ ഏറ്റവും വലിയൊരു ഗ്രില്ല് തന്നെയാണ് ഇതിനകത്തും ഹ്യുണ്ടായി കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ക്രേറ്റയുടെ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് LED യൂണിറ്റാണ്. അപ്പം ഈ വണ്ടി ഓടിച്ചൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഈ LED ഹെഡ് ലാമ്പ്സ് വരുന്ന വണ്ടികളിലെ ചെറിയൊരു നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ നമുക്ക് എടുക്കാം. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഹൈ റേഞ്ച് ഒക്കെ ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫോഗി ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഈ LED ഹെഡ് ലാമ്പ്സിന് വിസിബിലിറ്റി ഭയങ്കര കുറവായിരിക്കും. ഫോഗ് ലാമ്പ് ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു പ്രൊജക്ടർ സെനോൺ ഹെഡ് ലാമ്പ് തരുന്നൊരു വിസിബിലിറ്റി ഒരിക്കലും ഈ ഒരു LED ഹെഡ് ലാമ്പ്സിന് തരാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ക്രേറ്റയുടെ ഫ്രണ്ട് അട്രാക്ഷൻ്റെ ഏറ്റവും മുഖ്യ ഒരു പങ്ക് വഹിക്കുന്നതും ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് തന്നെയാണ്. ഈ വന്നിരിക്കുന്ന ഒരു DRL തന്നെയാണ് ഇതിൻ്റെ റോഡിലൊരു പ്രസൻസ് കൊടുക്കുന്നത്. താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ യൂണിറ്റും അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് യൂണിറ്റും ഇതിൻ്റെ താഴെയായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇൻഡിക്കേറ്ററിൻ്റെ വിസിബിലിറ്റി കുറച്ച് കുറവാണ്. കാര്യം കുറച്ചുകൂടെ ഈ ഒരു പോർഷനിലേക്ക് വന്നിരുന്നെങ്കിൽ ഇൻഡിക്കേറ്ററിൻ്റെ വിസിബിലിറ്റി കുറച്ചുകൂടെ നന്നായതിനേയും തോന്നി. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു എയർ കർട്ടനൊക്കെ ഈ ഫ്രണ്ട് രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്നതും നല്ലൊരു രസമുള്ള കാര്യമാണ്. ഓവറോൾ ബമ്പറിൻ്റെ ഡിസൈനും നല്ല സ്പോർട്ടി ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഹ്യുണ്ടായി ക്രെറ്റയുടെ എഞ്ചിൻ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു എഞ്ചിൻ വന്നിരിക്കുന്നത് നമ്മൾ കിയ സെൽറ്റോസിൽ നിന്ന് കടമെടുത്ത ആ ഒരു 1.5 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അപ്പം എഞ്ചിൻ തന്നെ ഒരുപാട് ഓപ്ഷൻസിൽ നമുക്ക് ക്രെറ്റ അവൈലബിൾ ആണ്. അതൊരു 1.5 ലിറ്റർ പെട്രോൾ, 1.4 ലിറ്റർ പെട്രോൾ, അതുപോലെ ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ, അങ്ങനെ 3 എഞ്ചിൻ ഓപ്ഷൻസിലും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ ട്രാൻസ്മിഷനിലും നമുക്ക് വാഹനങ്ങൾ അവൈലബിൾ ആണ്. ക്രെറ്റയിൽ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തത് നമ്മൾ പഴയ ക്രെറ്റയിൽ കണ്ട ആ ഒരു 1.6 ലിറ്റർ ടർബോ ചാർജ്ഡ് ഡീസൽ എഞ്ചിനായിരുന്നു. അതിൻ്റെ പെർഫോമൻസ് സത്യത്തിൽ വേറെ ഒന്നും തന്നെയായിരുന്നു. പക്ഷെ എന്നാലും പെർഫോമൻസിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും ഹ്യുണ്ടായി കൊണ്ടുവന്നിട്ടില്ല. അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 115 PS അതുപോലെ തന്നെ 250 Nm ടോർക്കും വരുന്നൊരു എഞ്ചിനാണ്. ഡീസൽ തന്നെ നമുക്ക് മാനുവലിലും ഒരു 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഗിയർ ട്രാൻസ്മിഷനിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയാണ് ആ ഒരു എഞ്ചിൻ്റെ വിശേഷങ്ങൾ. അതിൻ്റെ പെർഫോമൻസും കാര്യമൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നോക്കാം. ക്രെറ്റയുടെ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ തന്നെ പഴയ ക്രെറ്റയിൽ നിന്നും വളരെയധികം ഡിഫറൻസ് ഉണ്ട്. കാര്യം ഓവറോൾ ലെങ്തിൽ തന്നെ നല്ലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നത് ഏകദേശം 4300 mm ആണ്. 4.3 മീറ്റർ ലെങ്ത് വരുന്നൊരു വാഹനമാണ്. സൈഡിൽ അട്രാക്ഷൻ പറയുകയാണെങ്കിൽ 17 ഇഞ്ച് അലോയ്സ് തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി SX എന്ന് പറയുന്നൊരു മോഡലാണ്. ഇതിൻ്റെ ടോപ്പ് എൻഡ് SX ഓപ്ഷനാണ്. SX ഓപ്ഷനിൽ കുറച്ചും കൂടി ഒരു ഡുവൽ ടോൺ അലോയ്സ് ആണ് വരുന്നതെങ്കിൽ ഇതിൽ ആ സെയിം അലോയ്സിൻ്റെ തന്നെ സിംഗിൾ ടോൺ അലോയ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സൈഡിൽ അതിൻ്റെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഓട്ടോ എന്നുള്ള ബാഡ്ജിങ്ങും കാണാൻ സാധിക്കും. സൈഡിലൊരു വ്യത്യസ്തമാക്കുന്ന ഈ വന്നിരിക്കുന്ന ഒരു സിൽവർ ഫിനിഷാണ്.
അത് ആക്ച്വലി ഈ ഒരു വൈറ്റ് ആയതുകൊണ്ടാണ് ഒരുപാട് കോൺട്രാസ്റ്റ്നെസ് നമുക്ക് കിട്ടാത്തത്. ബ്ലാക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി ഡാർക്ക് കളറിൽ ഈ ഒരു സിൽവർ ഫിനിഷ് കുറച്ചും കൂടി നല്ലോണം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡോർ ഹാൻഡിലെല്ലാം ക്രോം ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. റിക്കോ സെൻസർ കാണാൻ സാധിക്കും. ഓവറോൾ സൈഡ് പ്രൊഫൈൽ വളരെ രസമുള്ളൊരു സൈഡ് പ്രൊഫൈൽ തന്നെയാണ്. വളരെ വലിയൊരു വാഹനമാണെന്ന് എടുത്ത് കാണിക്കുന്ന ഒരു സൈഡ് പ്രൊഫൈൽ തന്നെയാണ് ക്രേറ്റയുടേത്. അതുപോലെ മുകളിൽ നമുക്കിൻ്റെ വലിയ പാനോറമിക് സൺറൂഫും അതുപോലെ തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിനെയൊക്കെ കാണാൻ സാധിക്കും. റിയർ പോർഷനിലേക്ക് വരുമ്പോൾ ആക്ച്വലി ആ ഒരു ഫ്രണ്ട് ഹെഡ് ലാമ്പിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് ഈ ഒരു റിയർ പോർഷൻ നമുക്ക്, അതായത് റിയർ ടെയിൽ ലാമ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേ ഡിസൈനിൽ തന്നെ ഒരു ത്രീ പീസ് സ്പ്ലിറ്റ് ടെയിൽ ലാമ്പാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു രണ്ട് ഹെഡ് ലാമ്പിനെയും കണക്ട് ചെയ്തൊരു പോർഷനൊക്കെ നല്ല രസമുള്ള രീതിയിൽ തന്നെ ക്രേറ്റ കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്ക് പോർഷൻ നമ്മളധികം കണ്ട് പരിചിതമല്ലാത്ത ഡിസൈൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കും എന്നുള്ളതും ഒരു ഹൈലൈറ്റ് തന്നെയാണ്. ഈ ഒരു ലോവർ പോർഷനിൽ വളരെ നീറ്റ്ലി തന്നെ ഹ്യുണ്ടായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻസറിൻ്റെ ഇൻ്റഗ്രേഷൻ ആയാലും റിയർ ക്യാമറയുടെ ഇൻ്റഗ്രേഷൻ ആയാലും എല്ലാം വളരെ രസമുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രേറ്റ എന്നുള്ള ബാഡ്ജിങ്ങും എല്ലാം ഓവറോൾ നല്ലൊരു പ്രീമിയം എക്സ്പീരിയൻസ് തരുന്ന രീതിയിലാണ് വാഹനത്തെ ഒരുക്കിയിരിക്കുന്നത് ഹ്യുണ്ടായി. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസിലേക്ക് വരാം. വളരെ വെൽ സ്പേസ്ഡ് ആയിട്ടുള്ള വളരെ വലിയ ബൂട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. 433 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ സൈസ് കൺസിഡർ ചെയ്യുമ്പോൾ വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 60/40 സ്പ്ലിറ്റ് സീറ്റ് വന്നിട്ടുണ്ട്. അതായത് ഇതിനകത്തൊരു വീല്, അതായത് സ്റ്റെപ്പിന് വന്നിരിപ്പുണ്ട്. അതായത് അത് അലോയ്സ് അല്ല വന്നിരിക്കുന്നത്, സ്റ്റീൽ വീല് തന്നെയാണ്. കോസ്റ്റ് കട്ടിങ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ SXO എന്ന് പറയുന്ന ഒരു വേരിയൻറ്റിൽ നമുക്കൊരു സബ് വൂഫറിൻ്റെ അഡിഷനൂടെ കാണാൻ സാധിക്കും. ഈ ഒരു SX വേരിയൻറ്റിൽ ആ ഒരു സബ് വൂഫറിൻ്റെ അഡിഷൻ വരുന്നില്ല. അപ്പോൾ അത്രയാണ് ആ ഒരു റിയർ പോർഷനിലെ എക്സ്പീരിയൻസ്. നമുക്കിനി ഇൻറ്റീരിയർ പോർഷനിലേക്ക് പോകാം. ഇപ്പം നമുക്ക് ക്രേറ്റയുടെ ഒരു ഇൻറ്റീരിയറിലേക്ക് വരാം. ഇപ്പം നമുക്ക് ആദ്യം സീറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതൊരു SX എന്ന് പറയുന്ന മോഡലായതുകൊണ്ട് ഇതിനകത്ത് ഫാബ്രിക് സീറ്റാണ് വരുന്നത്. മറ്റേ മോഡലാണ് നമുക്ക് ആ ഒരു ലെതറൈറ്റ് സീറ്റ് വരുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് സീറ്റ് കൂളിങ്ങിനുള്ളൊരു ഓപ്ഷനും വരുന്നുണ്ട്. ഇത് മാനുവലി അഡ്ജസ്റ്റബിൾ ആണ്. മറ്റേ മോഡലിൽ ഇലക്ട്രിക്കലി 8 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡ്രൈവർ സീറ്റാണ് വരുന്നത്. അല്ലാതെ നമുക്ക് വളരെ വലിയ ഡിഫറൻസ് ഒന്നും ഈ ഒരു ഇൻറ്റീരിയറിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വന്നിരിക്കുന്നത് നല്ല സ്പോർട്ടി ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് തന്നെയാണ്. ഈ ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വന്നിരിക്കുന്നത്. അത് സ്വിച്ചിൻ്റെ കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റി തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വേരിയൻറ്റിനകത്ത് നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സൊക്കെ കാണാൻ സാധിക്കും. ഈ ഒരു സെൻട്രൽ കൺസോൾ, അതായത് ഈ ഒരു മീറ്റർ കൺസോൾ വന്നിരിക്കുന്നത് അനലോഗാണ്. അതായത് ഈ ഒരു SX എന്നുള്ള വേരിയൻറ്റിലാണ് അത് അനലോഗ് വരുന്നത്. ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ SXO എന്ന് പറയുന്ന വേരിയൻറ്റിൽ നമുക്കൊരു 7 ഇഞ്ചിൻ്റെ പ്രോപ്പർ ഡിസ്പ്ലേ ഒക്കെ കാണാനും സാധിക്കും. അത്യാവശ്യം നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഈ ഹ്യുണ്ടായി ക്രേറ്റയിൽ ഏറ്റവും പ്രിയപ്പെട്ടൊരു സാധനം, ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ വന്നിരിക്കുന്ന ഒരു 10.25 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ യൂണിറ്റ് ആണ്. ഈ ഒരു പ്രൈസ് സ്റ്റാൻഡേർഡിൽ ഏറ്റവും ബെസ്റ്റ് ടച്ച് സ്ക്രീൻ വരുന്നൊരു വാഹനം തന്നെയാണ് ഹ്യുണ്ടായി ക്രേറ്റ. അതായത് ഇതിൻ്റെ ടച്ച് റെസ്പോൺസ് ആയാലും ഓവറോൾ ക്വാളിറ്റി ആയാലും ഇതിനകത്ത് വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് ആയാലും എല്ലാം അടിപൊളി തന്നെയാണ്. അതുപോലെ തന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ബ്ലൂ ലിങ്ക്, അതായത് ഹ്യുണ്ടായുടെ കണക്റ്റർ ഫീച്ചർ കാറായ ബ്ലൂ ലിങ്ക് എന്ന് പറയുന്നതിൻ്റെ സ്വിച്ചൊക്കെ ഈ ഒരു IRBMൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മാനുവലി യൂസ് ചെയ്യാനുള്ള സ്വിച്ചസ് അതിൻ്റെ താഴെയായിട്ടും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മാനുവലായിട്ടുള്ള ഒരു ഫിസിക്കൽ നോബ് കൊണ്ടുവന്നത് വളരെയധികം നല്ലൊരു കാര്യമാണ്. പല വാഹനങ്ങളും നമ്മളിപ്പോൾ മിസ് ചെയ്യുന്ന ഒരു സാധനമാണ്. കിയയിലൊക്കെ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഫിസിക്കൽ നോബ് എന്നുള്ളത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ ഡ്രൈവിങ്ങിലധികം കോൺസെൻട്രേഷൻ പോകാതിരിക്കാൻ നല്ലൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും ഈ ഒരു ഭാഗത്തുള്ള ചാർജിങ്ങിൻ്റെ പാഡൊക്കെ കാണാൻ സാധിക്കും. അവിടെ USB സോക്കറ്റ്സും അതുപോലെ തന്നെ 12 വോൾട്ട് പവർ സോക്കറ്റൊക്കെ കാണാൻ സാധിക്കും. ഈ ഒരു ഗിയർ ഷിഫ്റ്ററിൻ്റെ ഡിസൈൻ വളരെ രസമുള്ള രീതിയിലാണ്. വളരെ ഒരു എക്സ്പെൻസീവ് കാറിൽ കാണുന്ന പോലത്തെ ഒരു ഗിയർ ഷിഫ്റ്ററും ഡിസൈനൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ്, ഡ്രൈവർ റിയർ വ്യൂ മോണിറ്ററിങ്, അതുപോലെ തന്നെ ഡ്രൈവ് ആൻഡ് ട്രാക്ഷൻ, അതായത് ഡ്രൈവിംഗ് മോഡ് സെറ്റ് ചെയ്യാനുള്ള നോബൊക്കെ വളരെ ഒരു നേൾ ഫിനിഷോടുകൂടി തന്നെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ക്രേറ്റയുടെ ഒരു ഓവറോൾ ക്യാബിൻ എക്സ്പീരിയൻസ് വളരെ നല്ല രസമുള്ളതാണ്. അതായത് ഈ ഒരു വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്കും വരുന്നൊരു ഇൻറ്റീരിയർ കളർ സ്കീമൊക്കെ വളരെ ഒരു പ്രീമിയം ഫീല് തരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രേറ്റയിൽ എനിക്ക് മറ്റ് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതിൻ്റെ ഈ ഒരു പാനോറമിക് സൺറൂഫാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തരുന്നൊരു സൺറൂഫാണ്. അതായത് വളരെ ഓപ്പണിങ്ങും വളരെ അത്യാവശ്യം നല്ല വലുതാണ്. അതുപോലെ തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും വലിയ സൺറൂഫുള്ളൊരു വാഹനവും ഈ ഒരു ഹ്യുണ്ടായി ക്രേറ്റ തന്നെയാണ്.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഹ്യുണ്ടായി ക്രെറ്റയുടെ ഒരു ഫ്രണ്ട് വിശേഷങ്ങൾ. നമുക്ക് ബാക്ക് സീറ്റിലെ വിശേഷങ്ങളൂടെ നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹ്യുണ്ടായി ക്രെറ്റ കൺസിഡർ ചെയ്യാനുള്ള മറ്റൊരു റീസൺ ഇതിൻ്റെ ബാക്ക് സീറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. വളരെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ബാക്ക് സീറ്റ് എക്സ്പീരിയൻസ് തരുന്നൊരു വാഹനം കൂടിയാണ് ഈ വരുന്ന ഹ്യുണ്ടായി ക്രെറ്റ. അതുപോലെ തന്നെ ഈ ഒരു പാനോറമിക് സൺറൂഫ് ആണെങ്കിലും ഈ ഒരു എൻഡ് വരെ ബാക്ക് സീറ്റ് ഇരിക്കുന്നവർക്ക് വരെ എൻജോയ് ചെയ്യാവുന്ന രീതിയിലാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സീറ്റിൻ്റെ കംഫർട്ടായാലും സീറ്റിൻ്റെ ഈ ഒരു റിക്ലൈൻ ആയാലും എല്ലാം വളരെ പ്രോപ്പറാണ്. 3 പേർക്ക് നല്ല രീതിയിൽ തന്നെ ഇരിക്കാൻ പറ്റും. ഈ ഒരു സെൻറ്റർ ടണൽ ഒന്നും വളരെ രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ റിയർ AC വെൻറ്റ് വന്നിട്ടുണ്ട്, ഫോൺ വെക്കാൻ ഹോൾഡറും അതുപോലെ തന്നെ ചാർജിങ് പോർട്ടും എല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടായിട്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഈ വന്നിരിക്കുന്ന ഒരു സൺ ബ്ലൈൻഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം ഇപ്പം നമുക്ക് ആ ടിൻ്റ് ഒന്നും ഒട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ഹ്യുണ്ടായി ക്രെറ്റയുടെ ഒരു റിയർ സീറ്റ് എക്സ്പീരിയൻസ്. നമുക്കിനി ഡ്രൈവ് ചെയ്യാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഹ്യുണ്ടായി ക്രെറ്റയുടെ ഒരു ഡ്രൈവിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഇനിഷ്യൽ ഇംപ്രഷനുള്ള രീതിയിൽ ആദ്യം തന്നെ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ ഫീൽ ചെയ്യുന്നത് ഈ വാഹനത്തിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് ലെവൽ തന്നെയാണ്. ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ തന്നെയാണോ ഇതെന്ന് നമ്മളെ സംശയിപ്പിക്കുന്ന രീതിയിലുള്ളൊരു റിഫൈൻമെൻറ്റ് തന്നെ ഈ ഒരു വാഹനം തരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് തീരെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അകത്തേക്ക് വരുന്നില്ല. ഓവറോൾ ഒരു ക്യാബിൻ്റെ ഇൻസുലേഷൻ ആയാലും വളരെ പ്രോപ്പറായിട്ട് തന്നെ ഹ്യുണ്ടായി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാഹനം ടർബോ അല്ല, നാച്ചുറലി ആസ്പിറേറ്റഡ് ആണെങ്കിലും നമ്മൾ തീരെ ലാഗ് അടിപ്പിക്കുന്ന ഒരു പവർ ഡെലിവറി ഉള്ളൊരു വാഹനമൊന്നുമില്ല. അത്യാവശ്യം ലീനിയർ ആയിട്ടുള്ള ഒരു പവർ ഡെലിവറി ഉള്ളൊരു വാഹനം തന്നെയാണ്. ഒരു 250 ന്യൂട്ടൺ മീറ്ററിൻ്റെ ടോർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം മോശമല്ലാത്തൊരു ഓവറോൾ പെർഫോമൻസ് ഈ വാഹനം തരുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു ഗിയർ ബോക്സ് വന്നിരിക്കുന്ന ഒരു 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. ഹ്യുണ്ടായുടെ ഗിയർ ബോക്സുകളൊക്കെ നമുക്ക് അത്യാവശ്യം സുപരിചിതമാണ്. അതായത് എല്ലാ മാനുവൽ ആയാലും ഓട്ടോമാറ്റിക് ആയാലും വളരെ മികച്ച ട്രാൻസ്മിഷനുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഹ്യുണ്ടായി. അതുപോലെ തന്നെ ഇതും വളരെ മികച്ചൊരു ട്രാൻസ്മിഷൻ തന്നെയാണ് ഈ ഒരു ക്രെറ്റയിലും കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ഓട്ടോമാറ്റിക് യൂണിറ്റ് ഷിഫ്റ്റ് എല്ലാം വളരെ ക്രിസ്പാണ്. അതായത് പ്രോപ്പറായിട്ടുള്ള RPM തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തീരെ ജെർക്കോ കാര്യങ്ങളോ അല്ലാതെ വളരെ സ്മൂത്തായിട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് ഡീസൽ ഓട്ടോമാറ്റിക് വാഹനങ്ങളിലൊന്ന് തന്നെയാണ് ക്രെറ്റ എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് തന്നെ ബോത്ത് ഈ ഒരു എഞ്ചിൻ ആൻഡ് ട്രാൻസ്മിഷൻ കോംബോയിലൂടെ ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങൾ പ്രത്യേകിച്ച് മതി ഒരാളെ പെട്ടെന്നൊരു വാഹനത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അതൊരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കുമ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്ര ഒരു ഹ്യൂജ് നമ്പറിൽ ക്രെറ്റ സെയിലാവുന്നതും. ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഒരു കാലിബ്രേഷനിലേക്ക് വരുവാണെങ്കിൽ ഇതൊരു ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ് വന്നിരിക്കുന്നത്. സാധാരണ ഹ്യുണ്ടായുടെ വാഹനങ്ങൾ സ്റ്റിയറിംഗ് കുറച്ചൊരു ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് കുറവാണ്. എന്നാൽ ഇതൊരു മോശമല്ലാത്തൊരു ആവറേജ് എക്സ്പീരിയൻസ് തരുന്ന ഒരു സ്റ്റിയറിംഗ് ആണ്. ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് ഒരു ആവറേജ്, ഒരു എബോവ് ആവറേജ്, ഏകദേശം ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ബ്രേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. ABS, EBD അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഡൈനാമിക്സും ബ്രേക്കിംഗ് എല്ലാം അടിപൊളിയാണ്. റിയർ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സെഷൻ എല്ലാം ഹ്യുണ്ടായി അടിപൊളിയായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. സസ്പെൻഷൻ ആയാലും ഈ ഒരു റേഞ്ച് ഓഫ് വെഹിക്കിൾസിൽ ഏറ്റവും ബെസ്റ്റ് സസ്പെൻഷൻ തരുന്നൊരു വാഹനം കൂടിയാണ് ഹ്യുണ്ടായി ക്രെറ്റ എന്ന് പറയുന്നത്. നമ്മൾ കിയ സെൽറ്റോസ് നോക്കുവാണെങ്കിൽ വളരെ സ്റ്റിഫായിട്ടുള്ളൊരു സസ്പെൻഷൻ വന്നിരിക്കുന്ന വാഹനമാണ് കിയ സെൽറ്റോസ്. അത്രയും സ്റ്റിഫായ സസ്പെൻഷൻ ഒരു ആവശ്യം സത്യത്തിൽ നമ്മുടെ ഒരു റോഡിൻ്റെ ഇതിന് ആവശ്യമില്ല. കാര്യം നമ്മുടെ ഒരു മിക്സഡ് കണ്ടീഷനുള്ള റോഡായതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ കുറച്ചുകൂടെ മികച്ചിരിക്കുന്നത് ഹ്യുണ്ടായി ക്രെറ്റ തന്നെയാണ്. കാര്യം ഒരുപാട് സ്റ്റിഫും അല്ല, എന്നാൽ തീരെ സോഫ്റ്റും അല്ല, വളരെ ന്യൂട്രലായിട്ടുള്ളൊരു രീതിയിൽ കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്ന സസ്പെൻഷനാണ് ഈ ഒരു ഹ്യുണ്ടായിൽ ക്രെറ്റയിലും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയെ പറ്റി പറയുകയാണെങ്കിൽ മാനുവൽ ആയിട്ടുള്ളൊരു വേരിയൻറ്റിന് എബോവ് 20-21 അടുപ്പിച്ച് മൈലേജ് വരികയും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് ഏകദേശം 17 to 18 ലിറ്റർ മൈലേജാണ് ഒരു ഹൈവേയിൽ കമ്പനി പറയുന്നത്. ഏകദേശം ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൽ ഏകദേശം അത്രത്തോളം മൈലേജിനകത്ത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. കാര്യം ഇത്ര വലിയൊരു വാഹനം ഇത്രയും ഒരു ഹാച്ച് ബാക്ക് പോലത്തെ ഒരു മൈലേജ് ഡെലിവറി ചെയ്യുന്നു എന്നുള്ളതും ഈ വാഹനം ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ ടെംപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഹ്യുണ്ടായി ക്രെറ്റ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹ്യുണ്ടായി ക്രെറ്റയുടെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ
അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു വാഹനമാണ് ഹ്യുണ്ടായി ക്രേറ്റ. ഓവറോൾ ഡ്രൈവ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ആയാലും ബാക്ക് സീറ്റ് എക്സ്പീരിയൻസ് ആയാലും കംഫർട്ട് ലെവലായാലും ഫീച്ചേഴ്സ് ആയാലും ഈ ഒരു പ്രൈസിന് വളരെയധികം വർത്തി ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ് ഹ്യുണ്ടായി ക്രേറ്റ. അത് നമുക്ക് ഏകദേശം ഒരു 14 lakhs തൊട്ട് 22 lakhs വരെയുള്ള ഒരു ഗ്യാപ്പിൽ ഒരുപാട് വാഹനങ്ങൾ, ഒരുപാട് ഓപ്ഷൻസ് ഉള്ള വാഹനങ്ങളും, അതായത് എഞ്ചിൻ ഓപ്ഷൻസ് ആയാലും ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ആയാലും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ളൊരു വൈഡ് റേഞ്ച് തന്നെ ഹ്യുണ്ടായി ക്രേറ്റയ്ക്കുണ്ട്. അപ്പം ഇത്രയൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഹ്യുണ്ടായി ക്രേറ്റ എന്ന് പറയുന്നൊരു വാഹനം തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ഹ്യുണ്ടായി ക്രേറ്റയുടെ റിവ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്.